ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എങ്ങനെയാലും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ച് വളരെ നിരാശ നൽകുന്ന ഒരു ന്യൂസ് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗ്രീക്ക് ഡയമണ്ടായ ദിമിത്രിയോസ് ഡയമൻഡോസ് അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് താരം തന്നെയാണ് വ്യക്തമാക്കിയുള്ളത്. അപ്പോൾ താങ്ക് യു കാര്യങ്ങളൊക്കെ ദിമിത്രിയോസിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ക്ലബ്ബ് വിടുകയാണ്. ദിമി വരും സീസണിൽ ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പായിട്ട്. ഇനി ക്ലബിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിട്ടില്ല, ഒഫീഷ്യലായിട്ടുള്ള ഇത് വന്നിട്ടില്ല. ക്ലബ്ബും ഉടൻ തന്നെ പുറത്തു വിടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ലൂണയുടെ കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ വളരെയധികം സന്തോഷമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ദിമിയെ കൂടി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. എങ്ങനെയാലും ദിമി എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല, ദിമി ക്ലബ്ബ് വിടുകയാണ്. അപ്പോൾ ഇതേതൊരു ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചും വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ്. ദിമി തുടരണമെന്ന് വളരെയധികം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ സീസണിലെ ഗോൾഡൻ ബൂട്ട് വിന്നർ കൂടിയാണ്. അതുപോലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ എക്കാലത്തെയും മികച്ച ടോപ്പ് സ്കോറർ, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടോപ്പ് സ്കോറർ കൂടിയാണ് ദിമിത്രിയോസ് ഡയമൻഡോസ്. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ISLും അതുപോലെ സൂപ്പർ കപ്പും കാര്യങ്ങളായിട്ട് 44ഓളം മത്സരം കളിച്ച് 28 ഗോളും 7 അസിസ്റ്റൊക്കെ താരം അതിൽ നിന്ന് സ്വന്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അത്രയും മികച്ചൊരു താരത്തെയാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് കൈവിട്ട് കളഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് മാനേജ്മെൻറ്റിനെ കുറ്റപ്പെടുത്തണമെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് സമയമായിട്ടില്ല. ഇതിനു മുമ്പ് തന്നെ ദിമി ഈ സീസൺ കഴിയുന്നതിന് മുന്നോടിയായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു ദിമി അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിൽ തുടരാനുള്ള ചാൻസ് ഇല്ല, താരത്തിന് ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞിനോടൊപ്പം തന്നെ ഗ്രീക്കിൽ തന്നെ ഏതെങ്കിലും ക്ലബ്ബിൽ കയറണം. ഗ്രീക്ക് അതുപോലെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് താരത്തിന് ഓഫേഴ്സും കാര്യങ്ങളുണ്ടെന്നും റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടും തിരിച്ച് ഇന്ത്യയിലേക്ക് വരാൻ താരത്തിൻ്റെ രാജ്യത്ത് തന്നെ കളിക്കാനാണ് താല്പര്യം, ഫാമിലിയോടൊപ്പം അവിടെ തന്നെ നിൽക്കാനാണ് താല്പര്യം എന്നുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓക്കെ. എന്നാൽ ഇനി മറിച്ച് താരം ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് വിട്ട് ഇനി ISL ഏതെങ്കിലും ക്ലബ്ബിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അത് മാനേജ്മെൻറ്റിനെ എതിരെ കുറ്റപ്പെടുത്തണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. അത്രയും മികച്ചൊരു താരത്തെയാണ് നമ്മൾ വിട്ട് കളയുന്നത്. ഇനി പകരം പുതിയ സ്ട്രൈക്കർ വന്ന് അതുപോലെ പെർഫോം ചെയ്യുമോ എന്നുള്ളത് കണ്ട് തന്നെ അറിയേണ്ടതാണ്. ഈ സീസണിൽ നമ്മുടെ കീ പ്ലേയേഴ്സായ അഡ്രിയാൻ, ലൂനൊക്കെ ഇഞ്ചുറി പറ്റി, അതുപോലെ പെപ്പറൊക്കെ ഇഞ്ചുറി പറ്റി. പിന്നെ അങ്ങനെ ഒറ്റയാൽ പോരാളിയായിരുന്നു നമ്മുടെ ദിമി എന്ന് തന്നെ പറയാം. എല്ലാവർക്കും അറിയാം, ഇവരൊക്കെ ഇഞ്ചുറി പറ്റിയിട്ടും ദിമി നിന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു, ആ ടോപ്പ് സ്കോററായി എന്നുള്ളത് ഒരു വളരെ താരത്തെ പ്രശംസിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ പ്ലേയേഴ്സൊന്നും ഇല്ലാതെ തന്നെ ദിമി ഒറ്റയ്ക്ക് നിന്ന് ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും നല്ലൊരു പ്ലെയറിനെയാണ് നമ്മൾ വിട്ട് കളയുന്നത്. എങ്ങനെയാൽ പകരം നല്ലൊരു പ്ലെയറിനെ കണ്ടെത്തുമെന്ന് പ്രതീക്ഷിക്കാം, കണ്ടെത്തണം. ഇനി നമുക്ക് കോൺട്രാക്റ്റിലുള്ള പെപ്പർ ഉണ്ട്, അതുപോലെ സൊട്ടീരിയൊക്കെയാണ് ഉള്ളത്. ഇപ്പോൾ പെപ്പറയുടെ കാര്യം പറയുകയാണെങ്കിൽ പെപ്പറെ നമുക്കൊരു ഒറ്റൊരു സ്ട്രൈക്കറായിട്ട് മുമ്പിൽ ഇറക്കാൻ പറ്റില്ല. പെപ്പറയ്ക്ക് ഇപ്പോൾ ഡിമി പെപ്പറ ആ ഒരു കോമ്പിനേഷൻ ഒരു പ്ലെയർ ഉണ്ടെങ്കിലേ പെപ്പറ നല്ല രീതിയിൽ പെർഫോം ചെയ്യണമെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു സ്ട്രൈക്കറെ ആവശ്യമാണ് ദിമിക്ക് പകരം. കണ്ടെത്തുമെന്ന് പ്രതീക്ഷിക്കാം. എങ്ങനെയായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ദിമി യുഗം അവസാനിച്ചു എന്ന് തന്നെ പറയാം. വരും സീസണിൽ ദിമി ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടാവില്ല. അപ്പോൾ വീഡിയോ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.